നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഹൗ ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്. എത്ര കണ്ട് ചിന്തിച്ചാലും നമുക്ക് മതിവരാത്തതും, എത്ര കണ്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലും അവൻ്റെ അറ്റം കാണാത്തതുമായ ഒരു വിഷയമാണ്. കാരണം നമ്മുടെ വിളിയെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വിളിയാണ്, ക്രിസ്തീയ വിളിയാണ്, ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു ജീവിതമാണ്. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വചനവിരുദ്ധമായ ചില ആചാരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വചന വ്യവസ്ഥയിൽ എന്താണ് അതിനെക്കുറിച്ച് വചനം പറയുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1950 യേശുവിൻ്റെ അമ്മ സ്വർഗത്ത് പോയത്. ഉടലോടെ സ്വർഗത്ത് പോയെന്നാണ് പറയുന്നത്. 1950. അപ്പോൾ നമ്മളിൽ പലരും ഒക്കെ ജനിച്ചതിന് ശേഷമാണ് യേശുവിൻ്റെ അമ്മ സ്വർഗത്ത് പോയത്. ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 5:21 കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. മതി. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിശുദ്ധ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, കുഞ്ഞുങ്ങളെ, മക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഇത് ചങ്ങനാശ്ശേരി രൂപതയിൽ നടന്ന ഒരു സംഭവമാണ്. ഇതൊന്ന് ഫോക്കസ് ചെയ്യണം, സൂം ചെയ്യണം കേട്ടോ. 1950 യേശുവിൻ്റെ അമ്മ സ്വർഗത്ത് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ യേശുവിൻ്റെ അമ്മയുടെ ഒരവശിഷ്ടവും ഒന്നും ഇല്ല എന്ന്. ഇത് ഞാനൊന്ന് വായിക്കാം. ഇത് ഉറങ്ങിക്കിടക്കുന്ന മാതാവാണ്. ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ വിഗ്രഹത്തെ സ്ഥാപിച്ച ലത്തീൻ സഭക്കാരെ കടത്തിവെട്ടി അഭിവന്യ സീറോ മലബാർ ഭക്തർ ഉറങ്ങുന്ന മാതാവ് എന്ന പേരിൽ ഒരു മാതാമ്മയുടെ വിഗ്രഹം സ്ഥാപിച്ചു. മാതാമ്മയുടെ വിശ്വാസികൾക്ക് മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും ചൂഷണം ചെയ്യാനാണ് സഭാവിരുദ്ധവും പൗരോഹിത്യ ആത്മീയ വിരുദ്ധവും ദൈവശാസ്ത്ര വിരുദ്ധവുമായ ഈ വിഗ്രഹ സ്ഥാപനം. ലത്തീൻ വിഭാഗക്കാർ ഛർദ്ദിക്കുന്ന എന്തും വിഴുങ്ങുന്ന സഭാ മേലാളന്മാരുടെ തലയിൽ നെല്ലിക്കാത്തളം വച്ച് കെട്ടിയാലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം ഉടലോടെ സ്വർഗത്ത് പോയെന്ന് പറയുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന മാതാവ് ഏതാ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് ജനത്തിനെ അകറ്റേണ്ടവനാണ് ആര്? പുരോഹിതൻ, ബിഷപ്പ്, പോപ്പ്, അങ്ങനെയുള്ള വ്യക്തികൾ. ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. ജർമ്മനിയിൽ ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിൻ്റെ തിരുശേഷി പിരിവുണ്ട്. അപ്പോൾ മുഴുവൻ പോയില്ല. വചനവിരുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിനോടൊക്കെ ഒന്ന് പ്രതികരിക്കാതിരുന്നാൽ ദൈവം നമ്മളോട് ചോദിക്കും. സാധാരണ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അഴച്ചാൽ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു ആചാരമുണ്ട്. അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരാചാരമുണ്ട്, വയറ് കാണാൻ പോവുക. അങ്ങനെ ഇപ്പോൾ ഡൽഹിയിൽ കുറേ ജനങ്ങൾ ഗർഭിണിയായ മാതാവിൻ്റെ വയറ് കാണാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഗർഭിണിയായ മാതാവ്. സാധാരണ ഒരു ഗർഭിണിയാകുമ്പോൾ വയറെല്ലാം മൂടിയാണല്ലേ, ഇല്ലേ? വയറും കാണിച്ച് അങ്ങനെ ഇപ്പോഴത്തെ ഗർഭിണികളൊന്നും ആരും നടക്കുക. ഇത് വ്യക്തമായിട്ട് മാതാവിൻ്റെ വയറ് കാണാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതാണെന്ന് ഞാനൊന്ന് വായിക്കാം. പുതിയ തട്ടിപ്പിന് തിരശ്ശീല ഉയരുന്നു. ഡൽഹിയിലെ ഹരിദാബാദ് സീറോ മലബാർ രൂപതയുടെ കീഴിലെ ആ ചർച്ചിൻ്റെ പേരാണ് ബ്ലസ്സഡ് സാക്രമെൻറ്റ് ചർച്ച്, കിങ്സ് വേ ക്യാമ്പ്, ഡൽഹി. വികാരി അച്ഛൻ്റെ പേര് മാത്യു ഇബ്രഹാം കിഴക്കൻ. അദ്ദേഹത്തിൻ്റെ തലയിലുദിച്ച ഒരാശയമാണ്, തലയിലുദിച്ച ഒരു പുതിയ സൂത്രം. ഗർഭിണിയായ മറിയത്തിൻ്റെ പ്രതിമ പള്ളിയിൽ സ്ഥാപിച്ച വിവരം എല്ലാ വിശ്വാസികളെയും സസന്തോഷം അറിയിച്ചു കൊള്ളുന്ന മക്കളിൽ, ഇനി അതിന് ഒരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗം കൂടിയുണ്ട് കേട്ടോ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് പുത്രസാഫല്യത്തിനും ഗർഭിണിക്ക് സുഖപ്രസവത്തിനും ഇവിടെ വന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുക. വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്തവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ബലം ഉറപ്പ് നൽകുന്ന ലോകത്തിലെ ഏക സ്ഥാപനം. പണമോ തുച്ഛം, ഫലമോ മെച്ചം. ഇനി യേശുവിൻ്റെ അമ്മ കേട്ടിട്ടില്ലാത്ത ഒരു പേര് കൂടെ വരാൻ പറയുക. ഗർഭിണിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉണ്ട്, ആ ഗർഭിണിയായ മാതാവിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ആൾക്കാർ പോവുകയാണ്. മക്കളെ, വിഗ്രഹത്തിൽ നിന്നും ഓടി അകലുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഗർഭിണിയായ മാതാവിനെ, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഇനി വേണമെങ്കിൽ ചക്ക വേരയിലും പറയാതിരിക്കാൻ വയ്യ എന്നൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിലുണ്ട്. അതേപോലുള്ളൊരു കാര്യമാണ്. CSI അച്ഛന്മാർ വെള്ളത്തിലിറങ്ങി സ്നാനം കൊടുക്കുന്ന ഒരു സീനാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. എത്ര അച്ഛന്മാരുണ്ട്? 4 അച്ഛന്മാർ കൂടെ ഇറങ്ങിയാണ് ഒരു സ്ത്രീയെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഈ ചെയ്യുന്നത്. മർക്കോസ് 16:16 തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴിത് ആവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ പള്ളിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ടു തുടങ്ങി. സത്യം പറഞ്ഞ് ജനങ്ങൾ സ്നാനപ്പെട്ട് പുറത്തു പോകാൻ തുടങ്ങിയപ്പം ഫറവോൻ വെള്ളത്തിലിറങ്ങി. അച്ഛന്മാരെ ഉടുപ്പൊന്നും ഊരിയിട്ടൊന്നുമല്ല, ആ അതേ ഉടുപ്പിൽ തന്നെയാണ് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടത്. സ്നാനം കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഏത് പൊസിഷനിലിരുന്നാലും അനുസരിക്കാൻ സാധിക്കുമെന്നേ. സ്തോത്രം. കൈ നനയാതെ മീനെ പിടിക്കുന്ന കാര്യമില്ല. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ളതാണ്. ഇനി കർത്താവ് മണവാളൻ വരാൻ സമയമായി. മണവാട്ടി തൻ്റെ മക്കളെ ഒരുക്കുന്നതിന് പകരം ഇതുണ്ട്, ബിഷപ്പ്മാരും അച്ഛന്മാരും എല്ലാം നോട്ട് മാലയെ വിട്ടിട്ട് കറങ്ങി കിടക്കുകയാണ്. ഇത് ആലഞ്ചേരി ബിഷപ്പാണ് ഇത് ചെയ്തത്. ആയിരക്കണക്കിന് നോട്ടിൻ്റെ മാലയാണ് ബിഷപ്പിൻ്റെ കഴുത്തിൽ. ഇപ്പുറത്ത് വേറൊരു മോൺസിഞ്ഞറാണെന്ന് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ 500 നോട്ടാണ്. പുറകിൽ വേറെ അച്ഛന്മാർ ഇരിപ്പുണ്ട്, അവർക്ക് അവരുടേതായ ഗ്രേഡ് അനുസരിച്ചുള്ള നോട്ടുമാലയാണ്. അപ്പോൾ ഇപ്പോൾ നോട്ടുമാലയൊക്കെ ഇട്ട് അങ്ങനെ കറങ്ങി കിടക്കുകയാണ്. കർത്താവ് വരാൻ സമയമായി ബിഷപ്പേ, ഈ മാലയൊക്കെ പൊട്ടിച്ച് പിശാചിൻ്റെ കെട്ടുകളെ ജനത്തിൽ നിന്ന് അഴച്ച് അവരെ നിത്യതയിലേക്ക് പോകാനായിട്ട് അവരെ ഒരുക്കുക. അപ്പോൾ എന്തുമാത്രം അജ്ഞതയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. സ്തോത്രം. നോട്ടുമാലയും വിട്ട് തൂങ്ങി നടക്കാനല്ല ഒരുത്തനെ കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്.
സ്തോത്രം. അപ്പോൾ നോട്ടുമാല വീട്ടിൽ കറങ്ങി കിടക്കണമെന്ന് കർത്താവ് പറയാൻ മറന്നുപോയ കാര്യമാണ്. ഇപ്പം ചിലർ വിചാരിക്കും ഒരു നോട്ടുമാല ഇട്ടെന്ന് കരുതി എന്താ, ഒരു നോട്ടുമാല ഇട്ടെന്ന് കരുതി ഒന്നുമില്ലെന്നേ. സ്തോത്രം. പക്ഷേ ഇതിനെടുത്ത സമയം ഒരാത്മാവിന് വേണ്ടിയാണ് എടുത്തിരുന്നെങ്കിൽ, ഹല്ലേലൂയ. മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. അവരവരുടെ അകൃത്യത്തിൽ മരിച്ചാൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവരുടെ അകൃത്യത്തെക്കുറിച്ച് നീ സംസാരിച്ചിട്ട് അവരുടെ രക്തം അവർ മാനസാന്തരപ്പെടാതെ അവർ മരിച്ചാൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കില്ലേ. ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാതെ ഹല്ലേലൂയ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ചോദിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം എന്തുമാത്രം അജ്ഞതയിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. സ്തോത്രം. ജോസ് ബ്രദർ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്യമാണ്, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അതിപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വചനം അങ്ങനെ തന്നെ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അവരെ അജ്ഞതയിൽ നിന്ന് അവരെ പുറത്തോട്ട് കൊണ്ടുവരേണ്ടത്, അവരുടെ അജ്ഞത ആ ലോകത്തിൽ നിന്ന് പുറത്തോട്ട് ജനത്തെ കൊണ്ടുവരേണ്ടത് പുരോഹിതനാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ ജോലി എന്ന് പറയുന്നത് ബന്ധനത്തിൽ നിന്നും ജനത്തെ മോചിക്കുക. അവനാണ്, അതിന് വചനത്തിൻ്റെ അധികാരം അവന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന വചനവിരുദ്ധമായ ആചാര അനുഷ്ഠാനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ സഹോദരങ്ങളെ ഈ പുസ്തകത്തിലേക്ക് തിരിയണം, ദൈവവചനത്തിലേക്ക് തിരിയണം. ഹല്ലേലൂയ. ഇന്ന് സത്യവചനം പറയാൻ പലർക്കും പേടിയാണ്. സത്യവചനം പറയാനായിട്ട്, സത്യവചനം പറയുന്ന സ്ഥലത്ത് ആൾക്കാർ കുറവായിരിക്കും. ഹല്ലേലൂയ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വിമർശിക്കാൻ ആൾക്കാരുണ്ട്. കർത്താവിനെ വിമർശിക്കാൻ ഈ ലോകത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതേ വിമർശകർ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം ഈ ഭൂമിയിലുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ശക്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നിറയപ്പെടേണ്ടത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മാത്രമാണ് രാജകീയ പുരോഹിതൻ സത്യം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. മതപുരോഹിതർ നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജകീയ പുരോഹിതന്മാർ സത്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ശക്തമായിട്ട് നീ ദൈവത്തിൻ്റെ വേലക്കാരനാണെങ്കിൽ നീ ദൈവം പറയുന്ന വചനം മാത്രം ജനത്തിന് വിളമ്പുക. നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എങ്ങനെ? ഇന്ന് ലോകത്തിൽ ജനസംഖ്യ എടുത്താൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. എന്നാലിപ്പോൾ വരും കാലങ്ങളിൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സമൂഹം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും അവരുടെ ഇടയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്? ഒന്ന്, സുവിശേഷവും എല്ലാ തിരുവെഴുത്തുകളും പൂർണ്ണമായി വിശ്വസിക്കുക. സുവിശേഷവും ഈ 66 പുസ്തകം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, സുവിശേഷം എല്ലാ തിരുവെഴുത്തുകളും പൂർണ്ണമായി വിശ്വസിക്കണം. ഇതിൽ കുറച്ച് മാത്രമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇത് വിശ്വസിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം തർക്കിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം ജീവിക്കാനുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന അവസരമനുസരിച്ച് ആ വെളിച്ചത്തിൽ നടക്കുക. നമുക്ക് ലഭിക്കുന്ന തിരുവചനമനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നടക്കുക. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7. അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടന്നാൽ മാത്രമേ വെളിച്ചമാകുന്ന ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുന്നവന് മാത്രമേ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ആ വെളിച്ചത്തിൽ ക്രിസ്തുവുമായി കൂടെ നടക്കുന്നവന് മാത്രമേ ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാകുകയുള്ളൂ.
ഹല്ലേലൂയ. അപ്പോൾ 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവത്താൽ നൽകിയതാണ്. എഴുതിയത് 40 വ്യക്തികളാണെങ്കിലും എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് ഒരു പ്രത്യേക സഭയല്ല. ഒരു പ്രത്യേക സഭയ്ക്ക് വചനം വ്യാഖ്യാനിക്കാനുള്ള അധികാരം കർത്താവ് ഒരിക്കലും കൊടുത്തിട്ടില്ല. വചനത്തിൻ്റെ ഗ്രന്ഥകർത്താവ്, ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തെറ്റുതിരുത്താൻ, ശാസനയ്ക്ക്, ഗുണീകരണത്തിനാണ്. അപ്പോൾ തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളെ വെളിച്ചം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്യം വായിച്ചത്, മക്കളെ വിഗ്രഹത്തിൽ നിന്നും ഓടി അകലാൻ. അത് തെറ്റുതിരുത്താനാണ്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ലാഭത്തിന് വേണ്ടി, ജഡിക ലാഭത്തിന് വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി വചനത്തെ വിരുദ്ധമായിട്ട് പഠിപ്പിച്ചാൽ ഒരു ക്രിസ്തീയ ജീവിതം കറക്റ്റായിട്ട് ആർക്കും നയിക്കാൻ പറ്റില്ല. കാരണം ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നതെങ്കിൽ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് വയറ് നിറഞ്ഞുകൊണ്ടാണ്. കർത്താവിന് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി. അപ്പോൾ അപ്പം തിന്നാൻ വേണ്ടി മാത്രം കുറേ പേര് കറങ്ങുന്നുണ്ട്. അങ്ങനെ അപ്പം ലക്ഷ്യം വെച്ചുള്ളവരാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. ലേറ്റസ്റ്റായിട്ടുള്ള ഓരോരോ കണ്ടുപിടുത്തത്തിൻ്റെയും പിന്നിൽ അതിൻ്റെ കറുത്ത കരം എപ്പോഴും പുരോഹിതൻ്റെതായിരിക്കും. ഹല്ലേലൂയ. വ്യാജ പുരോഹിതന്മാരുടെ. പുരോഹിതന്മാർ 2 ടൈപ്പുണ്ട്. രാജകീയ പുരോഹിതന്മാരുണ്ട്, വ്യാജ പുരോഹിതന്മാരുമുണ്ട്. വ്യാജ പുരോഹിതനാണ് അപ്പം. സ്തോത്രം. ഒരിക്കൽ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ ജോയി എന്ന് പറയുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. അവൻ്റെ പെങ്ങൾ ഒരു പെന്തക്കോസ്ത് അനുഭവക്കാർത്തിയായിരുന്നു. ആ സഹോദരനിലൂടെ ഈ ജോയി അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് അവിടത്തേക്ക് ഒരു മാസം വേണ്ട 2-3 ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തി. ഈ സഹോദരിയിലൂടെ സത്യം അറിഞ്ഞ അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് 1-ാം പ്രമാണ ലംഘനമാണ്, അതുകൊണ്ട് ഇനി ഞാനിത് ഉണ്ടാക്കത്തില്ല. അച്ഛനും ഇത് വിൽക്കുമ്പോൾ ഇതിൻ്റെ ലാഭവും അച്ഛന് കിട്ടും. അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ സത്യം പറഞ്ഞാച്ചാ ഞാനിനി ഇത് ചെയ്യത്തില്ല. അച്ഛൻ പറഞ്ഞത് അതെ, നീ ചെയ്തില്ല, വേണ്ട. ആ വ്യക്തി ഇന്ന് എനിക്കാണ് മൈസൂരിൽ എവിടെയോ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് തെറ്റുതിരുത്തലിനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഇത് ജീവിക്കാനുള്ളതാണ്. ഉദരത്തിൻ്റെ സുവിശേഷമല്ലത്. ശാസനയ്ക്കുള്ള, ഗുണീകരണത്തിനുള്ള, തെറ്റുതിരുത്തലിനുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഇതനുസരിക്കാനുള്ളതാണ്. ഓരോരോ സഭക്കാർക്കും അവരുടേതായ രീതിയിലുള്ള വചനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇത് മുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ വചന വ്യാഖ്യാനങ്ങളാണ്. സ്തോത്രം. വ്യക്തമായിട്ട് നന്നായിട്ട് വചനം പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ പഠിപ്പിക്കുന്നതെല്ലാം അവരുടെ പാരമ്പര്യം അനുസരിച്ചാണ്. 2-ാമത്തെ പോയിന്റ്, കാഴ്ചയാലോ ജഡിക ലാഭ പ്രകാരമോ അല്ല, ജീവൻ്റെ പുതുക്കത്തിൽ വിശ്വാസത്തോടെ നടക്കണം. കാരണം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന്
അവനിൽ പ്രസാദമില്ല. എബ്രായ ലേഖനം 10:23 വായിക്കും. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോൾ വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തനല്ലോ. അതിൻ്റെ 39 വാക്യം കൂടെ വായിക്കാം. ഓക്കെ, 38 വായിച്ചേ. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പോൾ കാഴ്ചയാലല്ല ഒരുത്തൻ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. കാഴ്ചയാലോ ജഡിക ലാഭത്താലോ അല്ല, ജീവന്റെ പുതുക്കത്തിൽ വിശ്വാസത്തോടെ നടക്കണം. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. റോമാലേഖനം 6-ാം അധ്യായം, റോമർ 6 അതിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് പിതാവിൻ്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ് ഒരു ക്രിസ്തീയ ജീവിതം. പുറകോട്ട് പോകാനുള്ളതല്ല, മടുപ്പ് തോന്നാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. അപ്പോൾ ഈ മടുപ്പ് തോന്നുന്നവനാണ് പിന്മാറ്റക്കാരൻ. അവൻ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യമുണ്ടാകും, അത് ലഭിക്കാതെ വരുമ്പോൾ അവൻ പിന്മാറി പോകും. പക്ഷേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതവും അനുഗ്രഹവും എന്ന് പറയുന്നത് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളതോ എന്തെങ്കിലും ഭൗതികമായ ഒരു നേട്ടം ഉണ്ടായെന്നോ അല്ലാതെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ അതിവിടെ വെച്ച് പ്രാപിക്കാനുള്ള വചനപ്രകാരമാണ് ഒരുത്തിന് നിത്യജീവൻ ലഭിക്കുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിക്കാനുള്ളതാണ്. അപ്പോൾ ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തി ഒരു ജീവിതമില്ല. അപ്പോൾ ഈ സത്യവചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബക്കാർ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയെന്നിരിക്കാം. നീ പ്രവർത്തിക്കുന്ന ജോലി സ്ഥലത്തുള്ളവർ നിനക്കെതിരായെന്നിരിക്കാം, മക്കളെതിരായെന്നിരിക്കാം. പക്ഷേ ആ ഒരൊറ്റ കാരണത്താൽ പുറകോട്ട് പോകേണ്ടതല്ല. ദൈവം നിനക്ക് സത്യം വെളിപ്പെടുത്തി തന്നാൽ അന്ത്യത്തോളം ആര് വന്നാലും വന്നില്ലേലും ശരി, ഭർത്താവ് വന്നാലും ഭർത്താവ് വന്നില്ലേലും, ഭാര്യ വന്നാലും ഭാര്യ വന്നില്ലേലും, മക്കൾ വന്നാലും മക്കൾ വന്നില്ലേലും, ഞാൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് പുറകോട്ടില്ല. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അതിനോട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് വായിക്കേണ്ടതാണ് റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ കാഴ്ചയാലോ ജഡിക ലാഭപ്രകാരമോ അല്ല, ജീവന്റെ പുതുക്കത്തിൽ വിശ്വാസത്തോടെ നടക്കണം. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പോൾ ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ഒരു ശിക്ഷ. അപ്പോൾ ഈ സത്യവചനം നീ അറിയുമ്പോൾ നിത്യത പ്രാപിക്കുവാൻ ഇവിടെ നമ്മൾ സമ്പാദിക്കുന്ന ഒരു ധനത്തിനും ആർക്കും ആരെ നിത്യതയിൽ കടത്താൻ സാധിക്കില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഗ്രിഗോരിയൻ മാസ് ചൊല്ലിക്കാൻ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ സഹോദര, നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ പൈസ തിരിച്ചു വാങ്ങിച്ചു, അല്ലെങ്കിൽ കാശ് പോയതാണ്. തിരിച്ചു തന്നാൽ അച്ഛന് കൊള്ളാം, തിരിച്ചു തന്നില്ലെങ്കിൽ ഉത്തരിപ്പ് കടമെന്നൊക്കെ പറഞ്ഞൊരു കടമുണ്ട്. അങ്ങനെ ഉത്തരിപ്പ് കടമുള്ളപ്പം കർത്താവ് വന്നാൽ അച്ഛന്മാർക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ കുർബാനയിൽ തീർക്കട്ടെ, അത് ഉത്തരിപ്പ് കടവാ. കാരണം കർത്താവ് ഈ ലോകത്തിൽ ജോലി ചെയ്യാതെ വാങ്ങിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് കുർബാന പണമാണ്.
അടുത്ത 5 വർഷത്തേക്ക് വരെ ചിലപ്പോൾ കുർബാന ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കർത്താവ് ഇങ്ങനെ വന്നാല അപ്പോൾ ഈ പൈസ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അച്ഛന് പോകാൻ പറ്റില്ല. ഇതെല്ലാം ചൊല്ലി തീർക്കാതെ അങ്ങോട്ട് കയറ്റുക ഇല്ല. അതിനാണ് ഉത്തിരിപ്പോടോ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ നിന്റെ ഈ ഉത്തിരിപ്പ് കടമില്ല എപ്പോഴാ? നീ ഈ ദൈവവചനം അറിയണം. ഏത്? റോമർ 8:1. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മരിച്ചതിന് ശേഷം ഇല്ല, ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരുത്തൻ ആരിലായിരിക്കണം? ഏതെങ്കിലും ഒരു സഭയിലായിരിക്കണമെന്നല്ല, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ആ റോമർ 8:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ആ മർമ്മം ഒളിഞ്ഞു കിടക്കുന്നത്.